ഹലോ, ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാണേ. ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. ട്രെയിനിൽ പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പോകുന്ന സ്ഥലത്ത് ഒരു ശകലം വെള്ളം പോലും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രിപ്പയർഡായിട്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനെത്തി ഡാർഗിൽഡോർ. എന്നാ തിരക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. നമ്മളാദ്യം ട്രെയിനിൽ പോയിട്ട് ബസ് ഇറങ്ങി പിന്നെ നമ്മൾ നടക്കണം. അവിടുന്ന് നമ്മളൊരു കാട്ടിക്കൂടെ നമ്മൾ നടക്കും. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവരുടെ വഴിയെ പിന്തുടർന്നു. അങ്ങനെ കുറേ നടന്നു. പക്ഷെ നമ്മൾ ബസ് ഇറങ്ങി 20 മിനിറ്റ്സ് നടക്കണമെന്ന് ഞങ്ങൾ മാപ്പിൽ കണ്ടപ്പോൾ ഞങ്ങൾ കരുതി, ഓഹോ, ഞങ്ങൾ ഈ നടക്കുന്ന നേരെ ചെല്ലുന്ന ഡാർഗിൽഡോറിലെ പോയിന്റിലോട്ടായിരിക്കുന്നു. എങ്കിലല്ലായിരുന്നു, തെറ്റിപ്പോയി. ഞങ്ങൾ നടന്നിട്ടും എത്തുന്നില്ല. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നാലും നമുക്ക് ഈ കാടിനകത്തൂടെ നടക്കുമ്പോൾ നല്ലൊരു കംഫർട്ടായിരുന്നു. നമ്മളങ്ങനെ ടയേർഡാവില്ലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾ കരുതി, ഈ ഒരു സുഖം പിടിച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ സ്ഥലത്തെത്തുന്നു. പക്ഷേ അല്ലായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊരു വലിയ പാർക്കിംഗ് ഏരിയ. അപ്പോഴാണ് ഈ കാര്യം കത്തിയത്. ഇനി ഇവിടുന്നും വീണ്ടും ഒരു 25 മിനിറ്റ്സ് നടക്കണമെന്ന്. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി. നടന്ന് നമ്മൾ മോളിൽ കൂടെ വ്യൂ കണ്ടപ്പോഴത്തേ വാവ്, എന്ത് ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും താഴെ എത്തണം എന്നുള്ള ടെൻഡൻസിൽ ആഞ്ഞു പിടിച്ചങ്ങ് നടന്നു. നമുക്കിനി ഇത് താഴോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പടികൾ ഇറങ്ങണം. നമ്മൾ വിചാരിക്കും നല്ല സുഖമാണ്. പക്ഷേ അല്ല, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. നമ്മൾ തെറിച്ചായിരിക്കും പോകുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. താഴെ എങ്ങനെയെങ്കിലും ചെല്ലണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ തുള്ളിച്ചടിയൊക്കെ നടന്നങ്ങ് താഴോട്ട് പോയി. തിരക്ക് കാരണം പിന്നെ ഞങ്ങൾ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തെടുത്തായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. നല്ല വെയിലായിരുന്നെങ്കിലും അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. മീൻസ് നല്ല തണുത്ത കാറ്റും പിന്നെ വെയിലും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല സുഖമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ആ ഒരു ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച്. നല്ല തണുപ്പായിരുന്നു ഇവിടുത്തെ വെള്ളത്തിൽ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ മണ്ണല്ല കേട്ടോ. ഇവിടെ ഇംഗ്ലീഷുകാർ ആഴ്ച 5 ദിവസം ജോലിക്ക് പോയിട്ട് ബാക്കി 2 ദിവസം ഇവർ എൻജോയ് ചെയ്യും. 5 ദിവസം കിട്ടുന്ന സാലറി മൊത്തം ഇവർ 2 ദിവസം കൊണ്ട് എൻജോയ് ചെയ്യും. ഇവരുടെ ലൈഫ് നന്നായിട്ട് ആസ്വദിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ളവർ ജീവിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ഞാൻ മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞ്, മലയാളികളുടെ ഒരു തോട്ടം എന്ന് വെച്ചാൽ അവരെപ്പോഴും വറി ചെയ്യുന്നത് ആൾക്കാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും. പക്ഷേ നമ്മളുടെ ലൈഫല്ലേ, നമ്മളല്ലേ ആസ്വദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒട്ടും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. കാര്യം പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി കേട്ടു. അപ്പം പിന്നെ പോകാമെന്ന് കരുതി. പിന്നെ അതുമല്ല, നെക്സ്റ്റ് മന്ത് ഞാൻ നാട്ടിൽ പോകുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് സമ്മർ കഴിയും. പിന്നെ വിൻ്റർ സ്റ്റാർട്ടാവും. ഇനി നമ്മൾ വീണ്ടും സമ്മറിന് അടുത്ത വർഷം കാത്തിരിക്കണം ഇങ്ങനൊരു ക്ലൈമറ്റ് കിട്ടാൻ. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു ഓഫ് കിട്ടിയപ്പം ഞങ്ങൾ പെട്ടെന്നായിരുന്നു, ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാതെ ഞങ്ങൾ വന്നൊരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നതിനെപ്പറ്റി നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞു, കാർ വേണം, കാറുണ്ടെങ്കിലേ പോകാൻ പറ്റുമോ, നല്ല ലോങ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഈ കാറിലായിരുന്നു. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ ട്രെയിനും ബസ്സും ഒക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തപ്പിപ്പറിക്കാണ് വന്നതെങ്കിലും പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തപ്പം UK വന്ന് കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് ഇതാന്ന് തോന്നി. ഞങ്ങൾക്ക് കാറില്ല എന്നുള്ള ഒറ്റ കാരണങ്ങൾ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് വരാണ്ടിരുന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് തോന്നിയത്. നമ്മുടെ ലൈഫിലും നമ്മളിങ്ങനെ തന്നെ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം നമുക്ക് ഇല്ലാത്തതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ ദുഃഖിക്കാതെ നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഡാർഗിൽഡോർ ഫുൾ കണ്ട് ഞങ്ങളിനി തിരിച്ചു പോകാനുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പം പിന്നെ അത്രയേ ഉള്ളൂ.